ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് യുവതാരം നിക്കോ വില്യംസ് ഏകദേശം ബാഴ്സലോണയിലേക്ക് അടുക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, യൂറോ കപ്പിലും അതുപോലെ തന്നെ യുഎഫ നാഷൻസ് ലീഗിലും യമാലിനെ പോലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്പാനിഷ് താരങ്ങളിൽ ഒരാളാണ് നിക്കോ വില്യംസ്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയിലേക്ക് എത്തുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത്ലറ്റിക്കോയിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചത്. നിലവിൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ബാഴ്സലോണയിലേക്ക് അടുക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. ലാമിനെ യമാൽ അടക്കമുള്ളവർ അദ്ദേഹവുമായിട്ടുള്ള ഫോട്ടോ ഒക്കെ നിലവിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ലാമിനെ യമാലുമായി അല്ലെങ്കിൽ യമാലും അദ്ദേഹം നിക്കോ വില്യംസും കൂടി ബാഴ്സലോണയിൽ ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ ശരിക്കും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അതൊരു മികച്ച മുതൽക്കൂട്ടാകും. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നിലവിലെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന യുവതാരങ്ങളിൽ ഒരാളാണ് നിക്കോ വില്യംസ്. ഏകദേശം അദ്ദേഹത്തിന്റെ ഏജന്റുമാർ ഈ ഒരു FC ബാഴ്സലോണയുമായി മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫാബ്രിസിയോൻ അടക്കമുള്ള ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് ചേക്കേറാനാണ് അദ്ദേഹത്തിന് കൂടുതൽ ആഗ്രഹം എന്നാണ്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും. നിക്കോ വില്യംസ് കൂടി എത്തുകയാണെങ്കിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ലാമിനെ യമാലിലൊക്കെ കൂടെ ഒരുമിച്ച് കളിക്കാൻ അവരുടെ സ്പെയിൻ ടീമിലെ സഹതാരം കൂടി എത്തുമ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ കരുത്ത് പകരാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും നിക്കോ വില്യംസ് FC ബാഴ്സലോണയിലേക്ക് എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഔദ്യോഗികമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ഏകദേശം ബാഴ്സലോണയിലേക്ക് എത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. FC ബാഴ്സലോണയിലേക്ക് നിക്കോ വില്യംസ് കൂടി എത്തുകയാണെങ്കിൽ ലാമിനെ യമാലും അതുപോലെ തന്നെ നിക്കോ വില്യംസും തമ്മിലുള്ള അല്ലെങ്കിൽ അവർ ഒരുമിച്ച് കളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ FC ബാഴ്സലോണയിൽ കാണാൻ കഴിയും. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.